എവ്രിവൺ, എല്ലാവർക്കും വീണ്ടും എൻട്രിയുടെ സെറ്റ് ഇംഗ്ലീഷ് PYQ ഡിസ്കഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിഹാൽ ജബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റിലെ യൂണിറ്റ് 6 ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലെ അവിടെയുള്ള പ്രധാന PYQs ഡിസ്കസ് ചെയ്യുകയാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചേക്കാൻ ഇടയുള്ള യഥാർത്ഥത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അതോടുകൂടെ തന്നെ ചില എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കിതൊരു മോക്ക് പ്രാക്ടീസ് ആവുകയും നിങ്ങൾ ലൈവായിട്ട് ഒന്ന് ആൻസർ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പഠിച്ച കാര്യം ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യുവാനും നിങ്ങൾക്ക് അതിൽ എത്രത്തോളം നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം ഒരു സ്വയം അവലോകനം കൂടി ചെയ്യുവാനും വേണ്ടിയിട്ട് കൂടെയാണ്. Alright, so I hope that you are all active right there, and I think unfortunately the session is slightly delayed due to some traffic, so please forgive me for that. So right here we are really going to discuss our previous year questions, and I hope, yeah, let's start. Okay, so എല്ലാവരും എവിടെ ഉണ്ടോ? ഗുഡ് ഈവനിങ് ആണ്. അവിടെ ഉണ്ടോ? Alright, can I get some comments right there in the comment box, please? So that I can ensure your presence and I can definitely make sure that, yeah. Yes. Okay. Cool. So നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തുടങ്ങാം. നമ്മൾ ഫസ്റ്റുള്ള ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം യൂണിറ്റ് 6 എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം ഒക്കെയാണ്. ക്രിറ്റിസിസവും അതുപോലെ തന്നെ തിയറി ഒക്കെയാണ് കാര്യമായിട്ട് വരുന്നത്. തിയറി അല്ല, ക്രിറ്റിസിസം ആണ് കാര്യമായിട്ട് വരുന്നത്. സോ അവിടെ കാര്യമായിട്ട് വരുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ തിയറീസും അതുപോലെ തന്നെ മോഡേൺ ന്യൂ ക്രിറ്റിസിസം അതിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് നേരിടേണ്ടി വരുന്നത്. സോ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കുറേ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിലും കുറച്ചുകൂടി കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഭാഗത്ത് വരിക എന്ന് പറയുന്നത്. അതായത് കോൺസെപ്റ്റ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അപ്പോളജി ഫോർ പോയട്രിയിൽ എന്തെല്ലാം പോസ്റ്റുലേറ്റ്സ് ആണ് അദ്ദേഹം വെച്ചിട്ടുള്ളത് സ്റ്റീഫൻ ഗസോണിനെതിരെ, അല്ലെങ്കിൽ കൂളറിജിന്റെ ബയോഗ്രഫിയ ലിറ്റററിയിൽ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ, അല്ലെ പ്രിഫസ് ലിറിക്കൽ ബലാഡ്സിലെ പ്രധാനമായിട്ട് എന്തെല്ലാമാണ് പറഞ്ഞു വെക്കുന്നത്, ഇതിൽ പറഞ്ഞിട്ടില്ലാത്തത് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യമായിട്ട് ആ ഒരു ക്രിറ്റിക്കൽ പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു പക്ഷേ സാധാരണ ഡിറക്റ്റ് ആയിട്ടുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ പോലെയുള്ള ഓതറിന്റെ ഡിറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. സോ അത്തരത്തിലുള്ള ഒരു പഠനമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് നടത്തേണ്ടത്. കാരണം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സബ്ജക്റ്റിന്റെ സ്വഭാവം അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഒരുപക്ഷെ നിങ്ങൾ ഷേക്സ്പിയറിനെയോ അല്ലെങ്കിൽ റോബർട്ട് ഗ്രീനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റൈറ്ററിനെ നിങ്ങൾ പഠിക്കുമ്പോൾ വർക്ക് അത് അവരുടെ പബ്ലിക്കേഷൻ, സമ്മറി, തീംസ്, ക്യാരക്ടേഴ്സ്, കോട്ട്സ്, അങ്ങനെയുള്ള ക്രിറ്റിക്കൽ കോമന്റ്സ് എന്നുള്ള രൂപത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിച്ചു പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ക്രിറ്റിക്കൽ കോമന്റ്സും പ്രസക്തമാണ്, ഇവിടെ എന്താണ് അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ആരുടേതാണെന്നുള്ള പ്രസക്തമാണ്, ഇവരുടെ മറ്റ് ക്രിറ്റിക്കൽ വർക്ക്സ് എന്തെല്ലാമാണ് പ്രസക്തമാണ്. അതേസമയം തന്നെ ഇവിടെ നിങ്ങൾക്കൊരു നോവലിലോ പോയട്രിയിലോ കാണുന്ന പോലെയുള്ള തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആവില്ല. പകരം അത് കുറച്ചുകൂടി ഓർത്തിരിക്കാൻ പറ്റും. പക്ഷേ ക്രിറ്റിക്കൽ ആയിട്ടുള്ള പോയിന്റ്സ് കൊണ്ടുവരുമ്പോൾ അത് റിലേറ്റ് ചെയ്ത് ഓർമ്മിച്ച് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രത്യേക ഒരു പക്ഷേ നിങ്ങൾ അതുകൊണ്ട് ഇഗ്നോർ ചെയ്യാൻ കൂടി ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയായിരിക്കും ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പക്ഷേ MCQ പ്രാക്ടീസ് വഴി ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഒരുപക്ഷെ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്വഭാവം എന്താണ് എന്നുള്ളത് കൊണ്ടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ ഇതിനോടൊരു വിമുഖത തോന്നുന്നത്. പക്ഷേ പഠിച്ചു വരുമ്പോൾ മനസ്സിലാകാം എല്ലാ ക്രിറ്റിക്കൽ പോയിന്റ്സും എല്ലാ ക്രിറ്റിക്കൽ വ്യൂസും വളരെയധികം ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രം ആവശ്യം വരുന്നതാണ്. അതിന്റെ ഒരു കോംപ്ലക്സിറ്റി കാണുമ്പോൾ നമുക്ക് ഡൗട്ട് ആവും. പക്ഷേ അത് ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിക്കാൻ ഇത്രയും രസമുള്ള ഒരു സബ്ജക്റ്റ് വേറെയില്ല. സോ കോൺസെപ്റ്റ്, ക്രിറ്റിക്കൽ പോയിന്റ്, ക്രിറ്റിക്കൽ വ്യൂസ്, ക്രിറ്റിക്കൽ ഇവാലുവേഷൻ, അവരുടെ പെർസ്പെക്റ്റീവ്സ്, അവരുടെ ലോജിക്കൽ ആർഗ്യുമെന്റേഷൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. റീസൺ അസേഷൻസ് ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് പ്രൂവ് ചെയ്യാനാണെങ്കിലും ട്രൂ ഓർ ഫാൾസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ട്രെൻഡ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് ഏതാനും ചില ക്വസ്റ്റ്യൻസ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Who was a teacher and most important literary critic before Aristotle? 4 ഓപ്ഷൻസ് ഉണ്ട്. A. Plato, B. Bowler, C. Horace and D. None. ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം.
Okay, so I think we are about to get some answers. Yes, യഥാർത്ഥത്തിൽ ഉത്തരം എന്താണ്? A. Plato. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. What's the meaning of the term Hamartia as used by Aristotle in the theory of tragedy? അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ട്രാജഡിയിൽ ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ടേം ആയിട്ടുള്ള ഹമാർഷ്യയുടെ യഥാർത്ഥത്തിലുള്ള മീനിങ് എന്താണ്? A weak trait in the character of the hero. B. The hero's recognition of his tragic flow. C. The hero's recognition of his tragic end. D. None. ഇതിൽ ഏതാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്താണ്? Okay, I'm just waiting for some responses. Let's wait for just 5 to 10 seconds, then we can definitely just get directly into the answer. 5 to 10 seconds, then we can. Okay. Okay, tragic flow എന്നൊരാൾ പറയുന്നുണ്ട്. സുബ്ഹാന വാഹിദ്. Tragic flow. FLAW ആണ്. അതായത് എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന് ഇത്തരത്തിലൊരു ട്രാജഡി സംഭവിക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു ട്രേറ്റ് ആണ്. അപ്പോൾ ഹമാർഷ്യ എന്താണ്? എ വീക്ക് ട്രേറ്റ് ഇൻ ദ ക്യാരക്ടർ ഓഫ് ദ ഹീറോ, അല്ലെങ്കിൽ ദ ഹീറോസ് റെക്കഗ്നീഷൻ ഓഫ് ഹിസ് ട്രാജിക് ഫ്ലോ, ദ ഹീറോസ് റെക്കഗ്നീഷൻ ഓഫ് ഹിസ് ട്രാജിക് എൻഡ്, ഡി നൺ. എന്താണ്? അദ്ദേഹത്തിന്റെ ട്രാജിക് ഫ്ലോ ആണ്. ദ ആൻസർ ഈസ് കറക്റ്റ്. ആൻസർ ഈസ് ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The term Anagnorisis as used by Aristotle means dash. Anagnorisis എന്ന് പറയുന്നത് എന്താണ്? The hero's recognition of his tragic flow, the hero's ignorance about his. Oh, I'm so sorry. I think the answers are not up to the mark. So let's. അതായത് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ആക്ച്വലി ഡിഫറെന്റ് ആണ്. So let's ignore this question. Anagnorisis ഇതല്ല. Okay, ഹമാർഷ്യയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. I accidentally just mixed up the question. So sorry for that. ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അരിസ്റ്റോട്ടൽ ഡിക്ലെയർ ദാറ്റ് ദ പ്ലോട്ട് ഈസ് ദ ഡാഷ്. അരിസ്റ്റോട്ടൽ എന്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? എ. നോട്ട് നെസസറി, ബി. സോൾ ഓഫ് ദ ട്രാജഡി, സി. മോസ്റ്റ് എസെൻഷ്യൽ ആൻഡ് ഡി. മോസ്റ്റ് യൂസ്ഫുൾ. എന്താണ് കറക്റ്റ് ആൻസർ? എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓക്കെ, സോൾ ഓഫ് ദ ട്രാജഡി എന്ന് നീതി ശ്രീധരൻ പറയുന്നു. സോൾ. ആൻഡ് ദാറ്റ്സ് കറക്റ്റ്. ബി. സോൾ ഓഫ് ദ ട്രാജഡി. പ്ലോട്ട് ആണ് ട്രാജഡിയുടെ സോൾ എന്ന് പറയുന്നത്. കാരണം അവിടെയാണ് കഥകൾ നടക്കുന്നത്, ആക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is the other title of An Apologie for Poetry given to it by another publisher? A. Poetics. B. The Defense of Poesy. C. Essay on Criticism. D. None. ഇതാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, സോൾ ഓഫ് ട്രാജഡി കൂടുതൽ ആളുകൾ ആൻസർ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? അപ്പോളജി ഫോർ പോയട്രിയുടെ മറ്റൊരു ടേം ഡിഫെൻസ് ഓഫ് പോയസി. വെരി ഗുഡ് നീതി. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഡിഫെൻസ് ഓഫ് പോയസി. അത് ഒരു പബ്ലിഷർ അതിന് നൽകിയിട്ടുള്ള ഒരു പേരാണ്. സോ നമ്മൾ ആൾട്ടർനേറ്റീവ് ഈ രണ്ട് ടൈറ്റിൽസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി വേർഷൻസ് ഓഫ് എൻ അപ്പോളജി ഫോർ പോയട്രി വർ പബ്ലിഷ്ഡ്? 3, 1, 2, 4. എത്ര വേർഷൻസ് ഇതിന്റെ അപ്പോളജി ഫോർ പോയട്രിയുടെ എത്ര വേർഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്? Can I get some answers, please? Okay. എത്ര വേർഷൻസ് ഉണ്ട്? 3 ആണോ, 1 ആണോ, 2 ആണോ, 4 ആണോ? 3. Okay, but the answer is actually 2. 2 വേർഷൻസ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. Who had objected to the greatness of poetry in days of Sidney? A. Melville. B. Gauson. C. Plato and D. Sterner. ഇദ്ദേഹത്തിന്റെ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന വർക്ക് വളരെ പോപ്പുലർ ആയിരുന്നു. ഫിലിപ്പ് സിഡ്നിക്കെതിരെ, അപ്പോളജി ഫോർ പോയട്രിക്കെതിരെ അഥവാ ഡിഫൻസ് ഓഫ് പോയട്രിക്കെതിരെ വലിയൊരു ക്രിറ്റിസിസമായിട്ട് ഇദ്ദേഹത്തിന്റെ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന വർക്കിൽ ഇദ്ദേഹം ഇത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആരാണ് ഈ റൈറ്റർ? ആ ഒരു പെർട്ടിക്കുലർ ക്രിറ്റിക് ആരാണ്? സ്കൂൾ ഫോർ സ്കാൻഡൽ എഴുതിയിട്ടുള്ള ആരാണെന്ന് ആലോചിച്ചാൽ മതി. സിഡ്നിക്കെതിരെ വലിയൊരു ക്രിറ്റിസിസ് ആയിട്ട് വന്നിട്ടുള്ള ആളാണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നിർബന്ധമായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. മാൽവിലെ ആണോ, ബി. ഗോസൺ ആണോ, സി. പ്ലേറ്റോ ആണോ, ഡി. സ്റ്റേർണർ ആണോ? ഓപ്ഷൻ ബി, ഗോസൺ. വെരി ഗുഡ്, ദ ആൻസർ ഈസ് കറക്റ്റ്. മറ്റുള്ളവരുടെ ആൻസർ അത് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, റൈറ്റ്.
The next question. Who has banished poetry from the ideal commonwealth? ഐഡിയൽ കോമൺവെൽത്ത് അല്ലെങ്കിൽ റിപ്പബ്ലിക്കിൽ നിന്നും അദ്ദേഹത്തിന്റെ പോയട്രി അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കിൽ നിന്നും അല്ലെങ്കിൽ ഐഡിയൽ കോമൺവെൽത്തിൽ നിന്നും പോയട്രി ബാനിഷ് ചെയ്തിരിക്കുന്നത് ആരാണ്? എ ഹോറസ് ആണോ, ബി ഗോസൻ ആണോ, സി പ്ലേറ്റോ ആണോ, ഡി വിൽസൺ ആണോ? എന്താണ് കറക്റ്റ് ആൻസർ? എന്താണ്? Anyone got the right answer? Okay. The correct answer is actually Plato. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിൽ നിന്നാണ്, റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വർക്കിൽ നിന്നാണ് ഇദ്ദേഹം പോയട്രി ബാനിഷ് ചെയ്തിട്ടുള്ളത്, ബാൻ ചെയ്തിട്ടുള്ളത്, ഒഴിവാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ ചീഫ് സോഴ്സ് ഓഫ് സിഡ്നീസ് തിയറി ഓഫ് തിയറി ഓഫ് തിയറി? ഇദ്ദേഹത്തിന്റെ ചീഫ് സോഴ്സ് എന്തായിരുന്നു? അരിസ്റ്റോട്ടിൽ ആണോ, പ്ലേറ്റോ ആണോ, സി ഹൊറസ് ആണോ, അതോ തിയറി ഓഫ് പോയട്രി ആണോ? കേട്ടോ, തിയറി ഓഫ് പോയട്രി ആണ്. ഹൊറസ് ആണോ അതോ നൺ ആണോ? ഇദ്ദേഹത്തിന്റെ തിയറി ഓഫ് പോയട്രിയിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ചീഫ് ആയിട്ടുള്ള സോഴ്സ് ആരിൽ നിന്നായിരുന്നു? ആരുടെ വർക്ക്സിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പെർട്ടിക്കുലർ വർക്കിലെ പോയട്രിയെ കുറിച്ചുള്ള തിയറി ഇദ്ദേഹം എങ്ങനെയാണ് ഐഡിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്? സ്പെസിഫിക്കലി ഇദ്ദേഹം ഡിഫൻസ് ഓഫ് പോയ്സിൽ ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് ലേ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഏത് ആളുടെ വർക്കിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ആണ്, ആരായിരുന്നു? വളരെ എവിഡൻറ്റ് ആണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡിഫൻസ് ഓഫ് പോയ്സ് നിങ്ങൾ പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ കറക്റ്റ് ആൻസർ ആയിട്ടുള്ള ഈ അരിസ്റ്റോട്ടലിന്റെ വർക്ക് ആരും എന്താണെന്ന് പഠിക്കണം. കാരണം മേജർ ആയിട്ടുള്ള കൺക്ലൂഷൻസ് ഒക്കെ അല്ലെങ്കിൽ ചീഫ് സോഴ്സ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിന്റെ വർക്കാണ്. അരിസ്റ്റോട്ടൽ ആണ് കറക്റ്റ് ആൻസർ, പ്ലേറ്റോ അല്ല, ഹോറസ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Who praised Dryden as the father of English criticism? A. Dr. Johnson, B. T.S. Eliot, C. Scott James, and D. None. എന്താണ് കൃത്യമായിട്ടുള്ള ഉത്തരം? എന്താണ്? ഓക്കെ, സ്ക്രീൻ ക്ലിയർ അല്ല എന്നുള്ള ഒരുപാട് ആളുകൾ പ്രശ്നം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അത് സ്ക്രീന് ക്ലിയർ അല്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ റെസൊല്യൂഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെറ്റിംഗ്സിൽ പോവുക. ക്വാളിറ്റിയിൽ ഹൈ റെസൊല്യൂഷൻ പലപ്പോഴും പറയുകയാണെങ്കിലും നിങ്ങളുടെ നെറ്റ്വർക്ക് ഓട്ടോ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആണ് പറയുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ആ ഒരു ലോവർ റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു സ്പെസിഫിക് റെസൊല്യൂഷൻ മാനുവലി സെലക്ട് ചെയ്യുക. അതായത് ചിലപ്പോൾ 1040 ആയിരിക്കും, 720 ആയിരിക്കും. ആ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വീഡിയോ കാണാൻ പറ്റും. അത് റെസൊല്യൂഷൻ വളരെ ലോ ആയിട്ട് നെറ്റ്വർക്കിനനുസൃതമായിട്ട് വന്നുകൊണ്ടാണ്. റേഞ്ചുള്ള ഒരു ഭാഗത്തേക്ക് മാറുക, ഫുൾ റെസൊല്യൂഷൻ വെക്കുക. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഡോക്ടർ ജോൺസൺ, വിച്ച് ഈസ് ആബ്സല്യൂട്ട്ലി കറക്റ്റ്. വെരി ഗുഡ്. ടി എസ് എലിയറ്റ് അല്ല, സ്കോട്ട് ജെയിംസ് അല്ല, ഡി നൺ അതുമല്ല. 11. The age of Dryden is known as A. Romantic, B. Jacobean, C. Neoclassical, and D. Dower. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓക്കെ, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഡ്രൈഡന്റെ കാലഘട്ടം അറിയപ്പെടുന്നത് ന്യൂ ക്ലാസിക്കൽ ഏജ് ആണ്. ഓൾറൈറ്റ്, അതായത് സി ആണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 12. Dryden is considered to be the first exponent of A. Classical criticism, B. Practical criticism, C. Dramatic criticism, and D. None. ഇതിൽ ഏത് ക്രിറ്റിസിസത്തിന്റെ ഫസ്റ്റ് എക്സ്പെനന്റ് ആയിട്ടാണ് നമ്മൾ ഡ്രൈഡനെ വിശേഷിപ്പിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സി എന്ന് പറയുന്നു ഡ്രമാറ്റിക് ക്രിറ്റിസിസം എന്ന് പറയുന്നു. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. ഓക്കെ, and now the next question. Who first objected to Wordsworth's theory of language? വേർഡ്സ്വർത്തിന്റെ തിയറി ഓഫ് ലാംഗ്വേജിൽ ഫസ്റ്റ് ആയിട്ട് ഒബ്ജക്ട് ചെയ്തത് ആരാണ്? എ. കീറ്റ്സ് ആണോ, ബി. കോളറിഡ്ജ് ആണോ, സി. ആറ്റ്കിൻസ് ആണോ, ഡി. നൺ ആണോ?
നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഈ രണ്ടാളുകളായിട്ട് അവർ റൊമാൻറ്റിക് തിയറീസിന്റെ പ്രധാന വക്താക്കളാണെങ്കിൽ കൂടിയും ചില കാര്യത്തിൽ അവർക്കൊരു അവർക്ക് ചില ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു, ചില അഭിപ്രായങ്ങൾ സിമിലർ ആയിട്ടുണ്ടായിരുന്നല്ലോ. അവർ രണ്ടാളും കൂടി ഒരു ജോയിന്റ് പബ്ലിക്കേഷൻ നടത്തിയിട്ടും കൂടിയുണ്ട്. ഇതും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിൽ നല്ലൊരു ഉത്തരവില്ല, ഒരു ക്ലൂ ഇല്ല നിങ്ങൾക്ക് തരാൻ. ബി കോളറേജ്, വെരി ഗുഡ്. കോളറേജ് ആണ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ. ഹു തിങ്സ് ദാറ്റ് പ്രിഫസ് ഈസ് അഗെയിൻസ്റ്റ് പോസിറ്റീവ് തിയറി ഓഫ് പോയറ്റിക് ഡിക്ഷൻ കറന്റ് ത്രൂ ദ 18th century? ആരാണ് ഇതിൽ വിചാരിക്കുന്നത്? അതായത് ഈ പ്രിഫസ് ടു ദ ലിറിക്കൽ ബല്ലഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെയുള്ള പോസിറ്റീവ് തിയറി ഓഫ് പോയറ്റിക് ഡിക്ഷന്, അതായത് 18ാം സെഞ്ചുറിയിൽ നിലവിലുണ്ടായിരുന്ന ഈ ഒരു പോയറ്റിക് ഡിക്ഷനെ കുറിച്ചുള്ള ആ ഒരു പോസിറ്റീവ് തിയറിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് ആരാണ് വിശ്വസിച്ചിരുന്നത്? ഇതൊരു ഒരു 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 പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇറ്റ്സ് എ വെരി ഗുഡ് പിക്ക് for you to practice for the MOOCs. A. F.W. Bateson, B. Norwegian, C. Coleridge, and D. Atkins. എന്താണ് correct answer? നോർവെജിയൻ ഏതായാലും അല്ല, അതൊരു സ്ഥലമാണ് അല്ലേ. അപ്പൊ ബാക്കിയുള്ള 3 ആളുകളെ നോക്കിയാൽ മതി. Okay, can I get some answers please right there in the chat box? ഓക്കെ, സി എന്ന് പറയുന്നു. സി എല്ലാം യഥാർത്ഥത്തിൽ F.W. ബേറ്റ്സൺ ആണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾക്കത് അദ്ദേഹം അത്ര പോപ്പുലർ ഒന്നുമല്ല, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി F.W. ബേറ്റ്സൺ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എഡിഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ് ഈസ് കൺസിഡർഡ് ടു ബി എ സ്റ്റാൻഡേർഡ് ക്രിറ്റിക്കൽ ഡോക്യുമെന്റ്? ലിറിക്കൽ ബല്ലാഡിന്റെ ഏത് എഡിഷനാണ് ഒരു സ്റ്റാൻഡേർഡ് ക്രിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? A 1814 ആണോ, B 1844 ആണോ, C 1856 ആണോ, അതോ 1815 ആണോ? ലിറിക്കൽ ബലാഡ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പല എഡിഷൻസ് ഏതെല്ലാം വർഷങ്ങളിലായിരുന്നു, ആ ഓരോ എഡിഷന്റെ കൂടെയും എന്തെല്ലാം ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിനെ ബേസ് ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഈ വർഷം ചോദിച്ചില്ലെങ്കിൽ അടുത്ത വർഷം ചോദിക്കും, അടുത്ത വർഷം ഇല്ലെങ്കിൽ അതിനടുത്ത വർഷം എന്തായാലും ചോദിക്കും. അത് അത്തരത്തിലെ ക്വസ്റ്റ്യൻസ് വരാൻ ഹൈ പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് ആണ്. ഓക്കെ, വാട്ട്സ് ദ കറക്റ്റ് ആൻസർ? Okay, Nidhi says it's C. It's absolutely 1815. ആ ഒരു ശ്രദ്ധിക്കുക, 1798 സമയത്ത് ഇത് പബ്ലിഷ് ചെയ്തു. 1800, 1802 അങ്ങനെയുള്ള രൂപത്തിലൊക്കെയാണ് ഇതിന്റെ ആ ഒരു പബ്ലിക്കേഷൻ പോകുന്നത്, റിവൈസ്ഡ് എഡിഷൻസ് ഒക്കെ പോകുന്നത്. സോ ആ ഒരു സമയം നിങ്ങൾ ട്രാക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ. The preface to the Lyrical Ballads was attached to A. 1789, B. 1798, C. 1802 and D. 1800. ഏത് വർഷത്തിലെ ആ ഒരു ലിറിക്കൽ ബാലഡ്സിന്റെ റിവൈസ്ഡ് എഡിഷനിലായിരുന്നു പ്രിഫസ്, അതായത് നമ്മൾ റൊമാൻറ്റിക് ഏജിന്റെ ആ ഒരു ക്ലാസിക് ക്രിറ്റിക്കൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിസിസത്തിന്റെ ബൈബിൾ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രിഫസ് ലിറിക്കൽ ബാലഡ്സിലേക്ക് ആഡ് ചെയ്തത് ഏത് വർഷത്തെ എഡിഷനിലായിരുന്നു? അതാണ് ക്വസ്റ്റ്യൻ. 1800 ആണോ? Can I get some answers please? D ആണോ? ഡി അല്ലല്ലോ, ഇറ്റ്സ് ആക്ച്വലി 1802. അത് ആൻസർ സി ആണ്. ഡി അല്ല, 1800ലേത് അല്ല, 1802ലാണ് പ്രിഫസ് ലിറിക്കൽ ബാലഡ്സിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. 17. Who assigns Wordsworth a place equal to Shakespeare and Milton? ആരാണ് ഇതിൽ വേർഡ്സ്വർത്തിനെ ഷേക്സ്പിയറിന്റെയും അതുപോലെ തന്നെ മിൽട്ടന്റെയും ആ ഒരു സിമിലർ ആയിട്ടുള്ള തുല്യ സ്ഥാനത്തേക്ക് വേർഡ്സ്വർത്തിനെ പ്ലേസ് ചെയ്യുന്നത്? എ. സ്കോട്ട് ജെയിംസ്, ബി. ആറ്റ്കിൻസ്, സി. ഇബ്സൺ ആൻഡ് ഡി. മാത്യു ആർണോൾഡ്. ആരാണ്? Okay, can I get some answers please? Definitely the answer is Arnold. മാത്യു ആർണോൾഡ് ആണ് ഷേക്സ്പിയറിന്റെയും മിൽട്ടന്റെയും ആ ഒരു സ്ഥാനത്തേക്ക് വേർഡ്സ്വർത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആൻസർ
18 ശ്രദ്ധിക്കാം. The Lyrical Ballad was first published in ഏത് വർഷമായിരുന്നു? 1800 ആണോ, 1798 ആണോ, 1815 ആണോ, 1802 ആണോ? എന്താ ഞാൻ പറഞ്ഞത്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സെയിം തരത്തിലുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് വരും ലിറിക്കൽ ബാലൻസുമായിട്ട്. അത് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. And I hope you know the answer. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഏതാണ്? The correct option is actually 1798. It's actually D. D ആണ് ആൻസർ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Wordsworth says that poetry is the breadth of all knowledge. Breadth and dash of all knowledge ആണ്. അതിൽ രണ്ടാമതായിട്ട് വിട്ടുപോയിരിക്കുന്ന ഭാഗം ഒന്ന് ആഡ് ചെയ്യുക. A passion ആണോ, B സ്പിരിറ്റ് ആണോ, C ഇമോഷൻ ആണോ, D സോൾ ആണോ? ഇതാണ് ഇവിടെ വിട്ടുപോയിരിക്കുന്നത്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി, പറയൂ, ഉത്തരം പറയൂ, കേൾക്കട്ടെ. Okay, it's B. Yes, Nidhi, you're right. B ആണ്, സ്പിരിറ്റ് ആണ് ആൻസർ. Poetry is the breadth and spirit of all knowledge. Okay. 20ാമത്തെ ക്വസ്റ്റ്യൻ. Who has praised Eliot for his gift of phrasing? എലിയറ്റിന്റെ ഗിഫ്റ്റ് ഓഫ് ഫ്രേസിംഗ്, ആ ഒരു പെർട്ടിക്കുലർ ഫ്രേസിംഗിന്റെ ആ ഒരു ഗിഫ്റ്റിന്, ആ ഒരു പെർട്ടിക്കുലർ ടാലന്റിന് ആരാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് എലിയറ്റിനെ? A Clive, B Sampson, C Atkins and D Garrod. ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. സ്പിരിറ്റ് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറയൂ. ക്ലൈബൽ ആണോ, ബി സാംസൺ ആണോ, സി ആറ്റ്കിൻസ് ആണോ, ഡി ഗാരോഡ് ആണോ? ഓക്കെ, നമുക്ക് ആൻസർ ഒന്നും ലഭിക്കുന്നില്ല. ഉത്തരം ക്ലൈബൽ ആണ്. ഓക്കെ. 21ാമത്തെ ക്വസ്റ്റ്യൻ. Eliot says poetry is not a turning loose of emotions but an escape from dash. A intellect, B emotion, C none, D imagination. വളരെ ഈസിയാണ്. It's self-explanatory. It's not a turning loose of emotions but an escape from dash. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാനില്ല, കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കറക്റ്റ് ആൻസർ? എന്താണ്? Okay, it's definitely emotion. Very good. Subhana Wahid, it's emotion. Okay. 22nd question. Philip Sidney's Apology for Poetry is a defense of poetry against the charges brought against it by dash. ഫിലിപ്പ് സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്നത് എന്താണ്? അത് പോയട്രിക്ക് എതിരെയായിട്ടുള്ള ഒരു ഡിഫൻസ് ആണ്. അത് ആര് കൊണ്ടുവന്നിട്ടുള്ള പ്രധാന ചാർജസിനെതിരെയുള്ള ഒരു ക്രിറ്റിസിസം ആണ്. ഇദ്ദേഹത്തിന്റെ അപ്പോളജി ഫോർ പോയട്രി യഥാർത്ഥത്തിൽ എഴുതുന്നത് ഒരാൾ എഴുതിയിട്ടുള്ള വർക്കിനെതിരെയാണ്. സ്കൂൾ ഫോർ സ്കാൻഡൽസ് ആരാണ്? അദ്ദേഹം കക്ഷി ആരാണ്? എ സ്റ്റീഫൻ ഗസോൺ ആണോ, ബി ജോൺ സ്കെൽട്ടൺ ആണോ, സി ജോർജ് റഷ്കാം ആണോ, അതോ ഡി ഹെൻറി ഹോവർഡ് ആണോ? So what's the correct answer? It's Stephen Gazon. Very good. It's Stephen Gazon തന്നെയാണ് ഈ ഒരു ക്രിറ്റിസിസം അതുമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്.
ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ഡ്രൈഡൻസ് എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി എ വർക്ക് ഓഫ് എ interpretative criticism, B comparative criticism, C legislative criticism, D textual criticism. ഇതിൽ ഏത് തരത്തിലുള്ള ഒരു ക്രിറ്റിസിസം ആണ് ഡ്രൈഡന്റെ എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി? വളരെ എളുപ്പമാണ്. അത് എന്ത് തരത്തിലുള്ള ഒരു ക്രിറ്റിസിസം ആണെന്ന് വളരെ എളുപ്പമാണ്. നിങ്ങൾ അതൊരു ഷാർ വർക്ക് അറിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. Anyone? ഇതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. ഏതാണ്? ബി കമ്പാരിറ്റീവ് ക്രിറ്റിസിസം. കമ്പാരിറ്റീവ് ക്രിറ്റിസിസം, കമ്പാരിറ്റീവ് ക്രിറ്റിസിസം ആണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ബി ആണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രാജിക് കോമഡി വിച്ച് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ ഇംഗ്ലീഷ് തിയേറ്റർ is one of the most monstrous inventions that ever entered into a poet's thought. Whose view is this? Dr. Johnson's, B. Joseph Addison's, C. John Dryden's, and D. Alexander Pope's. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്ന് പറയും. The tragic comedy which is a product of English theatre is one of the most monstrous inventions that ever entered into a poet's thought. Tragic comedy എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി ദ പ്രോഡക്റ്റ് ഓഫ് ഇംഗ്ലീഷ് തിയേറ്റർ. ഇംഗ്ലീഷ് തിയേറ്ററിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിന്റിന്റെ തോട്ടിൽ എൻ്റർ ചെയ്തിട്ടുള്ള വളരെ മോൺസ്ട്രസ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആണ് എന്ന് ആരാണ് പറയുന്നത്? ആരുടെ ആൻസർ ആണത്? Try to give answer to this. ഓപ്ഷൻസ്, 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഡോക്ടർ ജോൺസന്റേതാണോ, ജോസഫ് ആഡിസന്റേതാണോ, ജോൺ ഡ്രൈഡന്റേതാണോ, അലക്സാണ്ടർ പോപ്പിന്റേതാണോ? ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഈസി. ജോസഫ് ആഡിസന്റെ വ്യൂ പോയിന്റ് ആയിരുന്നു ഇത്. ജോസഫ് ആഡിസൺ, റിച്ചാർഡ് സ്റ്റീൽ, ടാറ്റ്ലേഴ്സിന്റെയും സ്പെക്ടേഴ്സിന്റെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അവരുടെ മാഗസിൻസ് ഒക്കെ. ജോസഫ് ആഡിസൺസിന്റെ ഇദ്ദേഹത്തിന്റെ തോട്ടായിരുന്നു അത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രിറ്റിക്സ് പ്രിഫേഴ്സ് ഷേക്സ്പിയർസ് കോമഡീസ് ടു ഹിസ് ട്രാജഡീസ്? ഏത് ക്രിറ്റിക്കാണ് ഷേക്സ്പിയറിന്റെ കോമഡീസ് അദ്ദേഹത്തിന് ട്രാജഡിയേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയത്? പൊതുവെ നമ്മൾ ട്രാജഡിയെ ഉയർത്തിപ്പിടിക്കാറുണ്ട്, പക്ഷെ ആരാണ് കോമഡിക്ക് പ്രാധാന്യം നൽകിയത്? വളരെ എളുപ്പമാണ്. ഷേക്സ്പിയറിന്റെ വലിയൊരു അഡ്മയറർ, അതേസമയം ഒരു ക്രിറ്റിക് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഡോക്ടർ ജോൺസൺ അഥവാ സാമുവൽ ജോൺസൺ. ഓൾറൈറ്റ്, ഈ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. പോപ്പ് അല്ല, ഡ്രൈഡൻ അല്ല, മറ്റാരും അല്ല. ഓക്കെ, 26th ക്വസ്റ്റ്യൻ, ഹു ഈസ് ഓഥർ ഓഫ് ബയോഗ്രഫിയ ലിറ്ററേറിയ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ വില്യം ഹാസ്ലിറ്റ് ആണോ, ബി സാമുവൽ ടൈലർ കോളറിഡ്ജ് ആണോ, പെർസി ബിസി ഷെല്ലി ആണോ, ഡോക്ടർ ജോൺസൺ ആണോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇതെല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. വില്യം ഹാസ്ലിറ്റ് ആണോ ബയോഗ്രഫി ലിറ്ററേറിയ എഴുതിയിരിക്കുന്നത്? വളരെ എളുപ്പമല്ലേ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ബി ആണ്. സാമുവൽ ടൈലർ കോളറിഡ്ജ് ആണ്. വെരി ഗുഡ്. ഓക്കെ, ഇനി 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ ദ ലൈഫ് ഓഫ് വിച്ച് പോയറ്റ് ഡിഡ് ഡോക്ടർ ജോൺസൺ അപ്ലൈ ദ ടേം മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയട്രി? ഡോക്ടർ ജോൺസൺ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ടേം അപ്ലൈ ചെയ്യുന്നത്, അല്ലെ? അദ്ദേഹമാണ് ആ ഒരു പെർട്ടിക്കുലർ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു ട്രെൻഡ്സ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഈ ഒരു ട്രെൻഡ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഏത് റൈറ്ററിനെയാണ് ഡോക്ടർ ജോൺസൺ ഈ ഒരു ടേം അപ്ലൈ ചെയ്തിരിക്കുന്നത്? എ കൗലി ആണോ, ബി ഡൺ ആണോ, ജോൺ ഡൺ ആണോ, സി തോമസ് മിൽട്ടൺ ആണോ, അതോ ഡി നൺ? ഇവരിൽ ആരുമല്ല. ഓക്കെ, കോളറിഡ്ജ് എന്ന നീതിയും പറഞ്ഞു, സുബ്ഹാന വാഹിദും പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കൂ. ഇതിൽ കറക്റ്റ് ഉത്തരം ഏതാണ്? അടുത്തത് മിൽട്ടൺ ആണോ മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയട്രിയിൽ പെടുന്നത്? ഇദ്ദേഹം ആ ഒരു ഏജിലേ അല്ല, ഇദ്ദേഹം ആ ഒരു ക്ലാസിഫിക്കേഷനിലേ അല്ല. ഏത് പോയിറ്റിന്റെ ലൈഫിനെ റിഗാർഡ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയട്രി എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്? ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഡൺ അല്ലേ? ജോൺ ഡൺ അല്ലേ മെറ്റഫിസിക്കൽ പോയറ്റ് എന്ന് പറയുന്നത്? യെസ്, ബി. 28. Which of the following critics has most elaborately discussed the concept of imagination? A. Samuel Taylor Coleridge, B. Freud,
and C. Walter Peter and D. Ruskin. ഇതിൽ ഏതാളാണ് ഇമാജിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഉത്തരം എന്താണ്? കോളറിഡ്ജ് ആണ്. ഓക്കെ, സാമുവൽ ടൈലർ കോളറിഡ്ജ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ 21ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഗേവ് ദ കോൺസെപ്റ്റ് ഓഫ് ആർട്ട് ഓഫ് ലൈഫ് സേക്ക്? ആർട്ട് ഓഫ് ലൈഫ് സേക്ക് എന്ന് പറയുന്നത് ആരുടെ കോൺസെപ്റ്റ് ആയിരുന്നു? യു കാൻ ഗെറ്റ് ബെറ്റർ ആൻസർ. ഫ്രൂയിഡിനെ നമ്മളിവിടെ പറഞ്ഞിട്ടേ ഉണ്ടോ? മറ്റേ ക്വസ്റ്റ്യനിലായിരുന്നു. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ഇമാജിനേഷൻ അദ്ദേഹമല്ല, ഇദ്ദേഹം ഡ്രീംസിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് ഫ്രൂയിഡ് പറഞ്ഞിട്ടുള്ളത്. ഇമാജിനേഷൻ ആ ഒരു റൊമാൻറ്റിക് ഫേസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, അത് കോളറിഡ്ജിന്റെ സംഭാവനയാണ്. ഫ്രൂയിഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് അല്ലേ, അല്ലാതെ ഇമാജിനേഷൻ അല്ല. ഇദ്ദേഹം മൈൻഡ്സിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ട്സിനെ കുറിച്ചാണ് ഫ്രൂയിഡ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹു ഗിവ് ദ കോൺസെപ്റ്റ് ഓഫ് ആർട്ട് ഫോർ ലൈഫ് സേക്ക്? ലൈഫിന് വേണ്ടിയിട്ട് ആർട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആരുടേതായിരുന്നു? ആണോടാണോ, ബി ടെനിസൺ ആണോ, ടി എസ് എലിയറ്റ് ആണോ, ഡി നൺ ആണോ? ഓക്കെ, ഇത് ആരാണ് കറക്റ്റ് ആൻസർ? എന്താണ്? It's Matthew Arnold. Matthew Arnold ആണ്. 30ാമത്തെ question. In whose opinion, poetry is the most highly organized form of intellectual activity? ആരുടെ ഒപ്പീനിയനിലാണ് പോയട്രി എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി എന്ന് പറയപ്പെടുന്നത്? ഡി എസ് ലോറൻസ് ആണോ, ജി ബി ഷോ ആണോ, ഡബ്ല്യു ബി എയ്റ്റ്സ് ആണോ, ടി എസ് എലിയറ്റ് ആണോ? Can I get the answer, please? ആൻസർ കാണുന്നില്ലല്ലോ, എനിക്ക് കാണാത്തതുകൊണ്ടാണോ? ഉത്തരം എന്താണ്? ടി എസ് എലിയറ്റ് ആണ്. ആൻസർ ഈസ് ടി എസ് എലിയറ്റ്. ഡി ടി എസ് എലിയറ്റ് ആണ്. ബെർണാഡ് ഷോ അല്ല, ഡി എസ് ലോറൻസ് അല്ല, ഡബ്ല്യു ബി എയ്റ്റ്സ് അല്ല. ഓക്കെ, and now 31. Who is the author of Seven Types of Ambiguity? Seven Types of Ambiguity direct question ആണ്. A. Stephen Spender, B. William Emerson, C. Walter Peter and D. Coleridge. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓക്കെ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാം, ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട. ഇത് നമ്മൾ ബേസിക് കോൺസെപ്റ്റ് ആരുടേത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം പറയാന്നുള്ളത്. വില്യം എംസൺ കാവ്യ, വെരി ഗുഡ്. വില്യം എംസൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വില്യം എംസന്റെ സെവൻ ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി അല്ലെ, ആംബിഗ്വിറ്റി, ടെൻഷൻ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ക്രിറ്റിസിസത്തിൽ പഠിക്കുന്നുണ്ട്. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഹു കോൾ ഷേക്സ്പിയർസ് ഹാംലെറ്റ് ആൻ ആർട്ടിസ്റ്റിക് ഫെയിലിയർ? ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിനെ ഒരു ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആയിട്ട് പറയാൻ ധൈര്യം കാണിച്ചത് ആരാണ്? എ. ടി എസ് എലിയറ്റ്, ബി. ആൽഡസ് ഹക്സ്ലി, സി. എഫ് ആർ ലീവിസ് ആൻഡ് ഡി. ഐ എ റിച്ചാർഡ്. ഇതിൽ ആരാണ് ഇങ്ങനെ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഒരു ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണ്? അതിന് ധൈര്യം കാണിക്കാൻ സാധ്യതയുള്ള ഒരാളെ നിങ്ങൾക്ക് അറിയാം.
Eliot, Nidhi Sridharan, you're right. T.S. Eliot, B. Aldous Huxley. അതെ, ഉത്തരം correct ആണ്. Kavya, Nidhi, your answers are correct. It's T.S. Eliot. Okay. 33ാമത്തെ question. Who is the author of the characters of Shakespeare's plays? Shakespeare's plays എന്ന് പറയുന്ന വർക്കിന്റെ author ആരാണ്? A. Hazlitt, B. Coleridge, C. Addison, and D. Charles Lamb. Lakshmi KG, it's William Hazlitt. Very good. William Hazlitt ആണ് ഇതിന്റെ author എന്ന് പറയുന്നത്. So actually I just came up with 33 questions. I guess so. 33 questions ആയിരുന്നു ഉണ്ടായിരുന്നത്, which I actually prepared for you. So I think it's high time for us to wind up. I think one more question. അല്ല, 35 questions ഞാൻ prepare ചെയ്തിട്ടുണ്ടായിരുന്നു. Okay, let's get to the next question. 33, 34. 34ാമത്തെ question. Who is the author of the principle of literary criticism? How can we ignore this question? Principle of literary criticismത്തിന്റെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിന്റെയും റൈറ്റർ ഏതാണ്? ഞാൻ ഒരു വർക്ക് കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ. 1923 ഈ വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. എ. വില്യം എംസൺ ആണോ? ബി. റിച്ചാർഡ്സ് ആണോ? സി. എഫ്. ലീവിസ് ആണോ? ഡി. ഡേവിഡ് ഡേഷ്യസ് ആണോ? ഓക്കെ, then correct answer Lakshmi S. Nair. I think regarding that we will actually just inform you with an official confirmation. Okay, നമ്മുടെ official confirmation വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് സ്റ്റുഡൻസുമായിട്ട് പാസ് ചെയ്യും. ഓക്കെ, ഡേവിഡ് ഡേഷ്യസ് ആണോ? വില്യം എംസൺ ആണോ? അയ്യർ റിച്ചാർഡ്സ് ആണോ? എഫ്. ലീവിസ് ആണോ? കറക്റ്റ് ഉത്തരം അയ്യർ റിച്ചാർഡ്സിൻ്റെതാണ് ആ ഒരു പെർട്ടിക്കുലർ വർക്ക് എന്ന് പറയുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഹു ഹാസ് റിട്ടൺ ഷേക്സ്പിയർസ് സോണറ്റ് റീകൺസിഡേർഡ്? ഷേക്സ്പിയറിന്റെ സോണറ്റ് റീകൺസിഡേർഡ് എന്ന് പറയുന്ന വർക്ക് ആരുടേതാണ്? എ. സാമുവൽ ബട്ട്ലർ ആണോ? ബി. വാൾട്ടർ പീറ്റർ ആണോ? സി. നൺ ഓർ ഡി. എഫ്. ലീവിസ്? ഇതിൽ ഏതാണ് കറക്റ്റ് ഉത്തരം? കറക്റ്റ് ഉത്തരം ഏതാണ്? റിച്ചാർഡ്സ് കാവ്യ ഉത്തരം പറഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾക്ക് നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കാം. 35ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം എന്താണ്? ആരാണ് ഷേക്സ്പിയറിന്റെ സോണറ്റ് റീകൺസിഡർ എന്ന് പറയുന്ന വർക്ക് എഴുതിയിരിക്കുന്നത്? Okay, can you actually get some responses, please? ഓക്കെ, ആരുടെ എത്തുന്ന ഉത്തരം കാണുന്നില്ല. ഓക്കെ, നീതി ശ്രീധരൻ ഡി ആണെന്ന് പറയുന്നു. ഡി ആണോ ഉത്തരം? Is it D? ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് റീകൺസിഡർ എന്ന് പറയുന്ന വർക്ക് എഴുതിയിരിക്കുന്നത് സാമുവൽ ബട്ട്ലർ ആണ്. ഓക്കെ, ഇറ്റ്സ് സാമുവൽ ബട്ട്ലർ. Alright, so that's all about. I actually prepared 35 questions, so that's all about our today's session, and I hope you will definitely just go through this, and yes, that's it. Alright, so ഇത്രയും ക്വസ്റ്റ്യൻസ് അത് എല്ലാ മൊഡ്യൂൾസൊന്നും ഇല്ലെങ്കിലും പക്ഷേ ഓൾ ടുഗെദർ പ്രിവാലന്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകും കുറേയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചിലത് കോൺസെപ്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ടൈപ്പ് എന്ന് പറയുന്നത് റീസൺ അസേർഷൻ വരാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ഇതിൽ പെടാത്തത് എങ്ങനെയാണ് ചോദിക്കാറുണ്ട്, കൂടാതെ ട്രൂ ഓർ ഫാൾസ് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഈ വർക്ക് കമ്പാരിറ്റീവ് ക്രിറ്റിസിസം ആണെങ്കിൽ ഉദാഹരണത്തിന് ഗൊസോണ് ആരെ ക്രിറ്റിസൈസ് ചെയ്തിട്ടായിരുന്നു, ഇത് ആർക്കെതിരെ എഴുതിയിട്ടുള്ളതാണ്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ. പിന്നെ ഓരോരോ ആളുകളെ കുറിച്ച് ഓരോരുത്തർ പറഞ്ഞത് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെയാണ് നിങ്ങൾ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത്, കാരണം ക്രിറ്റിസിസം പഠിക്കുന്നതുകൊണ്ട്. ഓക്കെ, so that's all about today's session. Everyone have a wonderful night and have some dinner, right? And yeah, here we are actually winding up. It's me, Nihal Jabin, signing off.